ഹലോ, നമുക്ക് പിസ്സ ഉണ്ടാക്കിയിട്ടുള്ള പാനിന് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചെറിയ ഫ്യൂൺ നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക, 2 ഫ്യൂണ്. പിന്നെ നമുക്ക് അര ഫ്യൂൺ നമുക്ക് പഞ്ചസാര നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പൊങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ 2 കപ്പ് മൈദ അരിച്ചിട്ട് കൊടുക്കുക. 3 തക്കാളിയും 2 ഉള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി നമുക്ക് വേണം. അത് കഴിഞ്ഞ് നമുക്ക് തക്കാളിൻ്റെ കഴുകി വൃത്തിയാക്കിയിട്ട് തക്കാളി നമുക്ക് വറവോളം വെച്ച് കൊടുക്കുക. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 2 അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചെടുക്കാം. ഞാൻ 2 ഗ്ലാസ് വെള്ളം ഉണ്ടോ ഒഴിച്ചെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടി നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് അരച്ച് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ ഈസ്റ്റ് ഇത് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. മൈദയിലേക്ക് നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നമ്മുടെ ഫ്ലെയിം കൊണ്ട് നമുക്ക് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ടത് ബാക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. കൈ കൊണ്ട് നമ്മൾ ഇളക്കി എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിൽ ആ മാവ് എടുത്ത് മാറ്റി ആ പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മാവ് നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഓയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും തക്കാളിയും ഇല്ലാതെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വെള്ളം ഇല്ലാണ്ട് കഷ്ണം മാത്രം ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തക്കാളിൻ്റെ തൊലി മാത്രം നമുക്ക് വേണ്ട, എടുത്ത് കളയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ നമുക്ക് എല്ലില്ലാണ്ട് പീസ് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കണം. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഇട്ടിട്ട് നമുക്കൊരു ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഓവർ ഫ്രൈ ആവാൻ പറ്റില്ല, കുറച്ച് ഫ്രൈ ആയാൽ മതി. അപ്പോഴേക്കും നമ്മൾ ഉള്ളിയും തക്കാളിയും നല്ലപോലെ അരിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വറുത്ത പാനിൽ തന്നെ നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് അരക്കിക്കൊണ്ടേ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും സാധാ സോസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മാവ് സൂപ്പറായിട്ട് നല്ലപോലെ പൊങ്ങിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദമാവ് ആവശ്യമുണ്ട്. പിന്നെ വലിയ പാനിൽ നമുക്ക് ഓയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വട്ടത്തിന് ഷേപ്പ് ആക്കി കൊടുക്കുക. ഇതേപോലത്തെ ഫുള്ള് കുത്തി കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സോസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ചൂടോട് തന്നെ ഇത് നല്ലപോലെ നമുക്ക് പറത്തി കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ചീസ് നമുക്ക് ചെറുതായിട്ട് പീസാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ക്യാപ്സിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക. വീണ്ടും നമുക്ക് ചീസ് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞൊരു 18 മിനിറ്റ് നമുക്ക് മിഡിൽ ഫീലിൽ നമുക്ക് ഇട്ട് കൊടുക്കുക. സൂപ്പറായിട്ട് നമുക്ക് പിസ്സ കിട്ടിയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ സാധനമാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.